ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം ധ്യാൻ ഇപ്പം മ്യൂസിക് ഇവര് ഡയറക്ടർ മ്യൂസിക് ചെയ്ത് തരുന്ന സമയത്ത് ഒരു പാട്ട് അപ്പം ധ്യാൻ ഡയറക്ട് ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ പാട്ടിന്റെ ട്യൂൺ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ചുമ്മാ അതായത് ഇപ്പൊ ഷാൻ ചേട്ടൻ ഇങ്ങനെ ഒരു 10 ട്യൂൺ എടുത്തോ എന്ന് പറഞ്ഞ് തരാണോ, അതോ ധ്യാൻ ഇല്ല ഇത് ശരിയായില്ല ഇത് വേണം അങ്ങനെ വേണം, അതോ ഡിസ്കഷൻ ഇല്ല? ഉണ്ട്, ഞാൻ മറുപടി പറയാം. ലവ് ആക്ഷൻ ഡ്രാമയിൽ എങ്ങനെയായിരുന്നു അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷാനിക്ക് ഒരു പാട്ട് അയക്കും. ആ പാട്ട് അയച്ചിട്ടാണ് സാധാരണ നമ്മൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത് സാർ എങ്ങനെയാ പാട്ട് ഇപ്പത്തെ നമ്മളൊന്ന് കേട്ട് നോക്കൂ, അഭിപ്രായം പറയൂ, അങ്ങനെയല്ലേ നമ്മൾ അയച്ചതിന് ശേഷം. ഷാനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് അയച്ചതിന് ശേഷം ഷാനിക്ക് താഴെ അയക്കും, ഗംഭീരല്ലേ, പൊളിച്ചില്ലേ, ഷാനിക്ക് തന്നെ അയക്കും മുന്നേ തന്നെ. ഈ പാട്ടിന്റെ താഴെ തന്നെ പൊളിച്ചില്ലേ, സൈക്കോളജി ഉണ്ട്, ഗംഭീരല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്തേലും പറയുമല്ലോ. പക്ഷെ എനിക്ക് ലോകത്ത് വേറെ ആരോടൊന്നും പറയാം, ഷാനിക്കിനോട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അപ്പൊ ഞാൻ ഓടിക്കളിച്ച് നടക്കുമ്പോ കണ്ട മനുഷ്യനാണ്, ജ്യേഷ്ഠനേക്കാളും മൂത്തതാണ്. അങ്ങനെ വലിയ മൂപ്പൊന്നുമില്ല, ഒരു 10-30 വയസ്സിന്റെ മൂപ്പുണ്ട്. അപ്പൊ എനിക്ക് ഷാനിക്കേനെ അടുത്ത് എതിർത്ത്, കാരണം നമുക്ക് സംഗീതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, ഈ പാട്ട് കൊള്ളൂല. അതെ, അത് ഞാൻ പറഞ്ഞ് ഏറ്റവും 10ാമത്തെ 15ാമത്തെ ട്യൂണാണ് നന്നാവുന്നത്. അപ്പൊ എനിക്കാണോ സംഗീതം അറിയാവുന്നത്, ഇദ്ദേഹത്തിനാണോ സംഗീതം അറിയാവുന്നത്? ഇദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും പങ്കുള്ള ആളാണ് എന്റെ ജ്യേഷ്ഠൻ. അല്ല ഷാനിക്ക, ധ്യാൻ ശ്രീനിവാസൻ നമ്മൾ ഷാനിക്കയുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുള്ളൂ, അറിയാലോ. അതെ നന്നായ ഒരാളാണ്. ഇതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഷാനിക്കയ്ക്ക്? സത്യം ഇത് സത്യമല്ലേ ഷാനിക്ക? ഇല്ല ഷാനെ, എനിക്കൊരു കാര്യം പറയാനുള്ള, ഇങ്ങനെയുള്ള ഇത്രയും നല്ല ട്യൂൺസ് സെലക്ട് ചെയ്യാൻ പറ്റിയ ഡയറക്ടേഴ്സ് ഇല്ലായിരുന്നു, നീ എന്ത് ചെയ്തേനെ? ഞാൻ സത്യത്തില് പ്രേക്ഷകരെല്ലാരും ഇരുന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം ഇവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, നല്ല സൂപ്പർ ഹിറ്റ് ആണ് എല്ലാ പാട്ടുകളും. അപ്പൊ അതെങ്ങനെ അത് സെലക്ഷൻ ആരുടെ ഭാഗത്ത്? ഇപ്പൊ സംഗീതം ചെയ്യുന്ന സമയത്ത് പൊതുവെ ആൾക്കാർ ചോദിക്കും, പാട്ട് എഴുതിയിട്ടാണോ ട്യൂൺ ചെയ്തത് അതോ ട്യൂൺ ഇട്ടിട്ടാണോ പാട്ട് എഴുതിയത്? ആ ട്യൂണിങ് അല്ല, വേറെ ആലോചിച്ച് പോണ്ട. അപ്പൊ അതുകൊണ്ട് ഷാനിക്കൊക്കെ പോലും അറിഞ്ഞൂടാ അത് എങ്ങനെ സംഭവിക്കുന്നത്. മാജിക് ഉണ്ട് അതിന്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഓണസമയം വരുമ്പോ ഷാനിക്കയുടെ മറ്റേ കല്യാണ രാമനിലെ ദിലീപേട്ടന്റെ അവസ്ഥയാണ്. സോറി, ദിലീപേട്ടനല്ല, മറ്റേ ഇന്നസെന്റ് അങ്കിള് മറ്റേ എന്തൊരു മണം അടിക്കുമല്ലോ മദ്യത്തിന്റെ, അതുപോലെ ഉണരും ഷാനിക്ക. കാരണം ഷാനിക്കയുടെ പാട്ടുണ്ടോ, തിരുവാവണിര ഞങ്ങളുടെ സീസൺ ഞങ്ങൾ തുടങ്ങിയത് അത് വെച്ചിട്ടാ തുടങ്ങിയത്, ഐശ്വര്യമായിട്ട് ചക്കരെ. But I love you, darling. നിന്റെ എത്ര പാട്ടുകൾ എനിക്ക് നിന്റെ പാട്ട്, എത്രയോ പാട്ടുകൾ നമുക്ക് എത്ര ഇഷ്ടമാണ്. നിന്റെ കുറെ വൈറൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ഒരു ഭീകരവാദിയായിരിക്കുന്നു. പുറകിൽ പല സംവിധായകരുടെ കണ്ണീര് ഞാൻ ശരത് സാറിനെ ഓർമ്മിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ പറയാനുള്ളത് ശരത് സാർ, എനിക്ക് ലവ് ആക്ഷൻ സമയത്ത് എനിക്ക് ആക്ച്വലി വേറെയും കുറെ പാട്ടുകൾ അയച്ചു തന്നിരുന്നു. പിന്നീട് ഞാനത് കേട്ടിട്ട് പടമൊക്കെ ഇറങ്ങിയ ശേഷം എനിക്ക് അയച്ചു തന്ന പല പാട്ടുകളും പിന്നീട് ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനത് വെറുതെ വെച്ചോണ്ടിരിക്കോ? നിങ്ങളൊരു ബിസിനസ് മൈൻഡഡ് ആണ്. ഞാൻ വിചാരിച്ച ആ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തതാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും കേട്ട് നോക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മുടെ പാട്ട്, കഷ്ടപ്പെട്ട് ചെയ്ത പാട്ടല്ലേ അല്ലേ ഷാനിക്ക? പിന്നല്ലാതെ അതൊക്കെ എന്തെങ്കിലും ചെയ്യണ്ടേ? രാവും പകലും ഇരുന്ന് ഉറക്കമൊളിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാട്ടുകളാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിക്കാൻ പറ്റുമോ? പെൺഡ്രൈവിലാക്കിട്ട്. പിന്നെ ഫുൾ ടൈം ട്യൂണിംഗ്. ഓക്കേ, അപ്പൊ എന്തായാലും ഷാനിക്കയ്ക്ക് എന്തൊക്കെയോ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഹിറ്റാവുന്ന പാട്ടുകൾ എന്നൊക്കെ